പിണറായി വിജയൻ സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ താൽപര്യവുമായി അയൽ സംസ്ഥാനങ്ങൾ രംഗത്ത്. സംസ്ഥാന സർക്കാരിന്റെ OFC അല്ലെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നെറ്റ്വർക്കായ കെ-ഫോണിനെ കുറിച്ച് വിശദമായി പഠിക്കാൻ രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴ്നാടും തെലങ്കാനയും. രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയിൽ നിന്ന് കെ-ഫോണിനെ കുറിച്ച് പഠിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘം തിരുവനന്തപുരത്തെത്തി. തെലങ്കാനയിൽ നിന്നുള്ള സംഘം കെ-ഫോൺ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബുവുമായി കൂടിക്കാഴ്ച നടത്തി വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. സർക്കാരിന് കീഴിൽ ഈ പദ്ധതി നേരിട്ട് നടത്തുമ്പോഴുള്ള സാമ്പത്തിക ബാധ്യതകൾ, വരുമാനത്തിനുള്ള മാർഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷമാണ് സംഘം മടങ്ങിയത്. കെ-ഫോൺ കണക്ഷൻ നൽകിയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ, വീടുകൾ എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി. നേരത്തെ തമിഴ്നാടും കെ-ഫോൺ പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് വന്നിരുന്നു. തമിഴ്നാട് സർക്കാർ ടി-ഫോൺ എന്ന പേരിൽ ഈ പദ്ധതി നടപ്പാക്കാനാണ് ആലോചിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി എതിർപ്പുകൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയിലാണ് കെ-ഫോൺ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥാപിക്കേണ്ട കേബിളുകളുടെ ദൂരം, നൽകേണ്ട കണക്ഷനുകളുടെ എണ്ണം, നിയമിക്കേണ്ട ജീവനക്കാരുടെ എണ്ണം എന്നിവ കണക്കാക്കിയിട്ടില്ലെന്ന് കഴിഞ്ഞ വർഷം നൽകിയ CAG റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തെ 20 ലക്ഷത്തോളം BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി കെ-ഫോൺ കണക്ഷൻ എത്തിച്ചു നൽകുക എന്നതായിരുന്നു പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. ഇതുവരെ 30,000 BPL കുടുംബങ്ങളിൽ കെ-ഫോൺ കണക്ഷൻ നൽകിയെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. കെ-ഫോൺ ഇതുവരെ 5,000 സർക്കാർ ഓഫീസുകളിലും 20,000 വാണിജ്യ കേന്ദ്രങ്ങളിലും കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതേസമയം വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കെ-ഫോൺ അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ നൽകി. ദുരന്തബാധിത പ്രദേശത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ റവന്യൂ കൺട്രോൾ റൂമിലേക്കും പോലീസ് കൺട്രോൾ റൂമിലേക്കും അതിവേഗ 500 Mbps കണക്ഷനുകളാണ് നൽകിയത്. വയനാട് സബ് കളക്ടറുടെ ആവശ്യപ്രകാരം കെ-ഫോൺ വൈഫൈ ഉപയോഗിക്കാനാവുന്ന കണക്ഷനുകളാണ് നൽകിയത്. ഇതോടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ഭരണ കേന്ദ്രങ്ങളും തമ്മിലുള്ള ആശയവിനിമയം ദ്രുതഗതിയിൽ നടത്താനായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് കെ-ഫോൺ കണക്ഷൻ ലഭ്യമാക്കിയത് എന്ന് കെ-ഫോൺ MD ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞു. എഞ്ചിനീയർമാരുടെ പരിശ്രമം കാരണമാണ് ഇത്ര വേഗത്തിൽ കണക്ഷൻ ലഭ്യമാക്കാൻ കഴിഞ്ഞത്. ദുരിതാശ്വാസ പ്രവർത്തകരെ പിന്തുണയ്ക്കാൻ തടസ്സമില്ലാത്ത ആശയവിനിമയ കെ-ഫോൺ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെ-ഫോൺ ഏറ്റവും കുറഞ്ഞ താരിഫ് ഒരു മാസത്തേക്ക് GST ഉൾപ്പെടെ 353 രൂപയുടെ പ്ലാനാണ്. ഇതിൽ സെക്കൻഡിൽ 20 MB വേഗമുള്ള ഇന്റർനെറ്റ് ലഭ്യമാകും. 412 രൂപയുടെ പ്ലാനിൽ സെക്കൻഡിൽ 30 MB വേഗത്തിൽ ലഭിക്കും. സെക്കൻഡിൽ 250 MB സ്പീഡിൽ ലഭിക്കുന്ന പ്ലാനിന് GST ഉൾപ്പെടെ 1,474 രൂപയാകും. ഇതിനു പുറമെ 6 മാസത്തെയും 1 വർഷത്തെയും പ്ലാനുകളുണ്ട്. ജില്ലയിൽ 97% പ്രദേശത്തും കെ-ഫോൺ കേബിൾ സ്ഥാപിച്ചു കഴിഞ്ഞു. മെട്രോയുടെയും ദേശീയപാതയുടെയും നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ നഗരപ്രദേശങ്ങളിൽ കേബിൾ വലിക്കാനുള്ള തടസ്സം മാറ്റും. വരാപ്പുഴ, വടക്കേക്കര പ്രദേശത്തേക്ക് വലിച്ച കേബിളുകൾ ദേശീയപാത 66 നിർമ്മാണത്തിന് തടസ്സമായതിനാൽ മുറിച്ചു മാറ്റിയിരുന്നു. ഈ സ്ഥലങ്ങളിൽ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വാടകയ്ക്കെടുത്ത കെ-ഫോണുമായി ബന്ധിപ്പിക്കും. ആദിവാസി മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ച് വൈകാതെ കണക്ഷൻ നൽകും. ജില്ലയിൽ ഇതുവരെ 1,377 സർക്കാർ സ്ഥാപനങ്ങളിൽ കെ-ഫോൺ കണക്ഷൻ എത്തി. 561 വാണിജ്യ കണക്ഷനുകൾക്ക് പുറമെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള 384 കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷനും നൽകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.